ഹലോ ഗൈസ്, നമ്മളിനി വരച്ച ഈ ഫിഗറിനെ ഒന്ന് ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ന്യൂവിൽ പോയി മെട്രിക്കിൽ ഡ്രോയിങ്ങിൽ ISO DWG ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഡ്രോയിങ് ഓപ്പൺ ആയി വന്നിട്ട് അപ്പോൾ ഓൾറെഡി എൻ്റെ ഡിഫോൾട്ടായിട്ട് ഒരു ഷീറ്റിൽ ബോർഡറും അതിൻ്റെ ടൈറ്റിൽ ബ്ലോക്കും ഡിഫോൾട്ടായിട്ട് ഓൾറെഡി കിടക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. നമുക്ക് പുതിയൊരു ടൈറ്റിൽ ബ്ലോക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബോർഡറും ഡിലീറ്റ് ചെയ്യുക. പിന്നെ ഈ ഷീറ്റിൻ്റെ സൈസ് ഇപ്പോൾ എത്ര കിടക്കണമെന്ന് അറിയില്ല. അത് ജസ്റ്റ് ഇത് നമുക്ക് A4ൻ്റെ തരത്തിലാക്കിയിടണം. അപ്പോൾ അതിനായിട്ട് ഷീറ്റിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഷീറ്റ് കൊടുക്കുക. A3 ആണ് കിടക്കണത്, അത് എന്ത് ചെയ്യുക, A4 ആക്കിയിടുക, ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പുതിയൊരു ബോർഡർ കൊടുക്കണം. അതിനായിട്ട് എന്ത് ചെയ്യുക, ഈ ബോർഡറിനെ ഈ ഡ്രോയിങ്ങിൽ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബോർഡറിനെ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിഫൈൻ ന്യൂ സോൺ ബോർഡർ കൊടുക്കുക. 00 എന്ന വിധത്തിൽ വരും, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരു ബോർഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യുക, ഫിനിഷ് കൊടുക്കുക. ജസ്റ്റ് എന്തെങ്കിലും ഒരു നെയിമിങ് കൊടുക്കുക അതിന്. ഇനി എന്ത് ചെയ്യുക, ഇപ്പോൾ ഓൾറെഡി ഈ ബോർഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഈ ബോർഡറിൻ്റെ ഇതിലേ വന്നിട്ടുള്ളൂ. ഷീറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇൻസേർട്ട് ചെയ്തിട്ടില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ബോർഡറിനെ എന്ത് ചെയ്യുക, ഒന്ന് പ്ലസ് ചിഹ്നം കൊടുക്കുക. എന്നിട്ട് ഈ BD എന്ന് പറഞ്ഞാൽ നമ്മൾ നെയിം ചെയ്ത ബോർഡറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷീറ്റിലേക്ക് ആ ഒരു ബോർഡർ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ടൈറ്റിൽ ബ്ലോക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, ടൈറ്റിൽ ബ്ലോക്കിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിഫൈൻ ന്യൂ ടൈറ്റിൽ ബ്ലോക്ക് കൊടുക്കുക. അപ്പോൾ ഡിഫൈൻ ന്യൂ ടൈറ്റിൽ ബ്ലോക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്കെച്ചാണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ നമുക്കൊരു ടൈറ്റിൽ ബ്ലോക്കിൻ്റെ ബോർഡറിൻ്റെ ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ടൈറ്റിൽ ബ്ലോക്കിൻ്റെ ബോർഡറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത്ത് 150 mm ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 50 mm ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ഇതിനെ 3 കോളായിട്ട് ഡിവൈഡ് ചെയ്യണം, പിന്നെ 4 റോയും. അപ്പോൾ 3 കോളായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു വെർട്ടിക്കൽ ലൈനുകൾ കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഒരു ഹൊറിസോണ്ടൽ ലൈനുകൾ കൊടുക്കുക. അതായത് 3 ഹൊറിസോണ്ടൽ ലൈൻ കൊടുത്ത് 4 റോ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ മിഡ് പോയിൻ്റ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത്. മിഡ് പോയിൻ്റ് ക്രിയേറ്റ് അവിടെ ഒരു കൺസ്ട്രെയിൻ നമുക്ക് ജനറേറ്റ് ആയി വരും. അപ്പോൾ പിന്നെ അത് ഡയമെൻഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മിഡ് പോയിന്റിൽ കൊണ്ട് വയ്ക്കരുത്. എന്ത് ചെയ്യുക, 3 എന്ത് ചെയ്യുക, ലൈനുകൾ കൊടുക്കുക, ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഡയമെൻഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 150നെ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ട് 50 നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഓട്ടോമാറ്റിക്കലി 50 മാറിയിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ റോയിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 20, പിന്നത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 10. അടുത്തതും 10 തന്നെ കൊടുക്കുക. അപ്പോൾ ഇതും ഓട്ടോമാറ്റിക്കലി 10 ആയിട്ടുണ്ടാവും. അപ്പോൾ 20, 10, 10, 10 മൊത്തം 50 ആയി. 50, 50, 50 മൊത്തം 150 ആയിട്ട്. ഇനി ഇതിൽ നമുക്ക് ചെറിയൊരു കുറച്ച് ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയണം. ട്രിം ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം ട്രിം ചെയ്ത് കളയുക. ഇത് നമുക്കിത് ഒറ്റൊരു ഇതായിട്ട് കിട്ടണം, ഒറ്റൊരു ബോക്സ് ആയിട്ട് കിട്ടണം. പിന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗവും ട്രിം ചെയ്ത് കളയുക, ഓക്കെ. ഇപ്പോൾ നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ബോക്സ് വരയ്ക്കുക. ഇത് നമുക്ക് ഈ ഒരു കോളത്തിലാണ് നമ്മുടെ പേര് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ബോക്സ് വരയ്ക്കുക. പരമാവധി എന്ത് ചെയ്യുക, ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു കോർണറിൽ നിന്ന് എടുക്കാണ്ടിരിക്കുക. ജസ്റ്റ് ഇവിടെ നിന്ന് ഞാനെടുത്ത് എന്ത് ചെയ്തു, ഇവിടെ വരെ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പേരടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് എന്ത് ചെയ്യുക, സെൻറ്റർ ജസ്റ്റിഫിക്കേഷനും മിഡിൽ ജസ്റ്റിഫിക്കേഷനും ആക്കിയിടുക, ഓക്കെ. അപ്പോൾ നമ്മുടെ നെയിം എന്ത് ചെയ്യും, സെൻറ്ററിൽ വരും. പിന്നെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കോളത്തിൽ നമ്മൾ ഏത് സ്കെച്ചാണ് സ്കെച്ചിൻ്റെ നെയിം എഴുതിയിടുക. അതായത് ഇവിടെ നമ്മൾ വരയ്ക്കുന്ന സ്പീക്കോട്ട് ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അത് എന്ത് ചെയ്യുക, ആ ഒരു നെയിമിംഗ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, സ്പീക്കോട്ട് ആൻഡ് സോക്കറ്റ് ജോയിൻ,
എന്ത് ചെയ്യുക, സെൻറ്റർ ജസ്റ്റിഫിക്കേഷനും മിഡിൽ ജസ്റ്റിഫിക്കേഷനും ആക്കിയിടുക. ഓക്കെ കൊടുക്കുക. ഇനി ഈ ഒരു ബോക്സിൽ നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ക്ലാസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് എടുത്തിട്ട് ഈ ഒരു തരത്തിൽ വരച്ചിട്ട് എന്ത് ചെയ്യുക, സെൻറ്റർ മിഡിൽ ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടാണ്. ഇതിൽ സെൻറ്റർ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു എഡ്ജിലേക്ക് തന്നെ നമ്മളെ ഇത് കൊടുക്കണം, ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റ് ജസ്റ്റിഫിക്കേഷനാണ് കൊടുക്കേണ്ടത്. എന്ത് ചെയ്യുക, ക്ലാസ് കൊടുക്കുക. ക്ലാസ് S6. ഓക്കെ കൊടുക്കുക. ഇനി അടുത്തതും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, റോൾ നമ്പറും അതുപോലെ തന്നെ കൊടുക്കുക. എന്താണ്, ലെഫ്റ്റ് തന്നെ മതി. ഇതെന്ത് ചെയ്യുക, മിഡിൽ ജസ്റ്റിഫിക്കേഷൻ ആക്കിയിടുക. റോൾ നമ്പർ എന്ത് ചെയ്യുക, കൊടുക്കുക. അടുത്തത് കൊടുക്കേണ്ടത് ഡേറ്റ് ആണ്. ലെഫ്റ്റ് തന്നെ മിഡിലിൽ കൊടുക്കുക. ഡേറ്റ് ഡേറ്റ് കൊടുത്തു. ഇനി അടുത്തത് വേണ്ടത് ഡ്രോയിങ് നമ്പറാണ്. DRG നമ്പർ കൊടുക്കുക 1. അടുത്ത ഈ സൈഡിൽ കൊടുക്കേണ്ടത് ഗ്രേഡാണ്. ഇത് ഞാൻ എന്ത് ചെയ്തില്ല, മിഡിൽ ജസ്റ്റിഫിക്കേഷൻ ആക്കിയില്ല. അപ്പോൾ ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്ത് കണ്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, എസ്കേപ്പ് അടിച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, മിഡിൽ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. ഓക്കെ, വീണ്ടും ടെക്സ്റ്റ് എടുത്തിട്ട് ഇനി നമുക്ക് കൊടുക്കേണ്ടത് വാല്യൂഡ് ബൈ ആണ്. മിഡിൽ ഇനി നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ സ്കെയിൽ, ഏത് സ്കെയിലാണ് നമ്മൾ ഈ ഒരു സ്കെച്ച് ഇവിടെ വരയ്ക്കേണ്ടതെന്ന്. അപ്പോൾ സ്കെയിലിൻ്റെ വാല്യൂ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കണില്ല, അത് നമ്മൾ വരച്ചിട്ട് നമ്മൾ പിന്നെ കൊടുക്കാം. ഓക്കെ കൊടുക്കുക. മിഡിൽ ജസ്റ്റിഫിക്കേഷൻ കൊടുത്തില്ല. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഏതാണ് നമ്മുടെ വ്യൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്കെച്ച് ഇവിടെ വരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, ഒരു ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു മിഡിലിൻ്റെ ഇതിനെ ട്രാക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സർക്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് 2 സർക്കിൾ വരയ്ക്കുക. അതായത് കോൺസെൻട്രിക് സർക്കിൾ വരയ്ക്കുക. ഒരെണ്ണത്തിൻ്റെ ഡയമെൻഷൻ ഞാനൊരു 14 കൊടുത്തു, പിന്നത്തെ ഡയമെൻഷൻ ഞാനൊരു 7 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അതിൻ്റെ ഒരു വ്യൂ, അതായത് ഒരു ഫ്രസ്റ്റം ഓഫ് കോണാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് ഇവിടെ വരയ്ക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സർക്കിളിനെ ട്രാക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ ഉപയോഗിച്ചിട്ട് ഈ ചെറിയ സർക്കിളിനെ ട്രാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു അതിൻ്റെ ഡയാമീറ്ററിൽ ഒരു ലൈനുകൾ വരയ്ക്കുക. ഒരു ട്രപ്പീസിയൻ ഷേപ്പ് ഇവിടെ വരയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഫിനിഷ് സ്കെച്ച് കൊടുക്കുക. ഇതിനൊരു നെയിമിങ് കൊടുക്കുക, ടൈറ്റിൽ ബ്ലോക്കാണ്. ഇപ്പോൾ ടൈറ്റിൽ ബ്ലോക്ക് നമ്മൾക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളൂ, അത് ഇവിടെ ടൈറ്റിൽ ബ്ലോക്കിൽ വന്നിട്ടുള്ളൂ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഷീറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്ലസ് ചിഹ്നം കൊടുത്തിട്ട് TB എന്നുള്ളത് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈറ്റിൽ ബ്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വരച്ച സ്കെച്ച് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം, വരച്ച അസംബ്ലിനൊന്ന് ഇൻസേർട്ട് ചെയ്യാം. അതിനായിട്ട് എന്ത് ചെയ്യുക, ബേസിൽ പോവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അസംബ്ലി ഡിറ്റക്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്കെയിൽ എടുക്കുന്നത് 1:2 ആണ്. അത് ഞാൻ അതിൽ തന്നെയാണ് വെക്കണത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. ഏത് സ്കെച്ചിൽ നോക്കിയാൽ അറിയാം, ഇതാണ് ഫ്രണ്ട് വ്യൂ, ഇതാണ് സൈഡ് വ്യൂ. അപ്പോൾ ഈ സൈഡ് വ്യൂവിൽ നോക്കിയാൽ അറിയാം, ഈ ടാപ്പറിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കൂടുതൽ, അടിയിൽ പറയും തോറും ഇങ്ങനെ കുറഞ്ഞാൽ വരണേ. അപ്പോൾ നമുക്ക് ആ ഒരു തരത്തിൽ തന്നെ കിട്ടണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു സൈഡ് നോക്കിയാൽ അറിയാം, ഇത് നോക്കി, ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്പറിങ് മുകളിൽ കുറവാണ്, അടിയിൽ വരുന്നവർ കൂടിയാണ് വരേണ്ടത്. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനൊന്ന് ടേൺ ചെയ്യുക, അടിയിലേക്ക് ടേൺ ചെയ്യുക. ഇപ്പം നമുക്ക് ആ ഒരു കറക്റ്റ് വ്യൂവിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക,
ഇതിനെ വീണ്ടും നമുക്ക് ഫ്രണ്ട് വ്യൂയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇതിനെ വേണം എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് ഒന്ന് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ നമുക്ക് സെക്ഷൻ ചെയ്യണം. ഇവിടെ നോക്കി അറിയാം നമുക്ക് ഐസോമെട്രിക്കിൽ സെക്ഷൻ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഐസോമെട്രിക്കിൽ സെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സെക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇതിനെ സെക്ഷൻ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എൽ ഷേപ്പിലുള്ളൊരു നമുക്കൊരു ഫിഗർ വരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സെൻറ്റർ പോയിൻറ്റിനെ ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിതിനെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ട് ട്രാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് മുകളിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ കൊണ്ടുവച്ചു. ഇനി അടുത്തത് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടു. ഇനി എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് കണ്ടിന്യൂ അമർത്തുക. അപ്പോൾ അതായത് സെക്ഷനിങ് വന്നിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ കൊണ്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈഡ് വ്യൂവും കിട്ടിയിട്ട് ഇനി നമുക്ക് അതിൻ്റെ ആവശ്യം, ഇനി അതിൻ്റെ നമുക്ക് ഐസോമെട്രിക് വ്യൂ കിട്ടണം. അതിനായിട്ട് എന്ത് ചെയ്യുക, പ്രൊജക്റ്റഡ് എടുക്കുക, ഇതിനെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സൈഡ് വ്യൂവിനെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കണ്ട ഈ ഒരു കോർണറിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഐസോമെട്രിക് വ്യൂ കിട്ടും. അതായത് നമുക്ക് ഈ ഒരു തരത്തിലുള്ള ഐസോമെട്രിക് വ്യൂ ആണ് കിട്ടേണ്ടത്. അതേപോലെ തന്നെയല്ലേ ഇവിടെ വന്നാണ് നോക്കുക. ഓക്കെ, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. എന്ത് ചെയ്യുക, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിനെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ക്രിയേറ്റ് കൊടുത്താലാണ് സ്കെച്ചായിട്ട് വരിക. എന്നിട്ട് ഇതിനെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവയ്ക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഈ ഒരു തരത്തിലുള്ള ബലൂൺസ് കൊടുക്കണം. അതായത് ഏതൊക്കെ പാർട്ടുകളാണ് നമുക്ക് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബലൂൺസ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, അനോട്ടേറ്റിൽ പോയി കഴിഞ്ഞാൽ ബലൂൺ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതെന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇതിനെ ഞാൻ 1 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു തരത്തിൽ കൊണ്ടുവയ്ക്കുക. കണ്ടില്ലേ, അപ്പോൾ ബലൂൺ എടുക്കാനായിട്ട് ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ക്വാർട്ടറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക, ഒരു ക്ലിക്കും കൂടി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഷേപ്പിൽ വരയ്ക്കുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് കണ്ടിന്യൂ കൊടുത്താലാണ് ബലൂൺ ക്രിയേറ്റ് ആയി വരിക. ഇനി അടുത്തത് ഈ ഒരു സ്പിഗോട്ടിനെയും കൂടി കൊടുത്താൽ നമ്മുടെ പാർട്ടിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബലൂണുകൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ആദ്യത്തെ പാർട്ട്, പിന്നെ രണ്ടാമത്തെ, മൂന്നാമത്തെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇനി വരയ്ക്കേണ്ടത് നമ്മുടെ പാർട്ട് ലിസ്റ്റാണ്. അതായത് ഈ ഒരു ബോക്സ്, ഈ ഒരു പാർട്ട് ലിസ്റ്റ് വരുത്താനായിട്ട് എന്ത് ചെയ്യുക, പാർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അനോട്ടേറ്റിൽ തന്നെ. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഐസോമെട്രിക് വ്യൂവിനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യുക. ഇതിനെ ജസ്റ്റ് ഒന്ന് ഇതിനെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ ഒരു പാർട്ട് ലിസ്റ്റിൽ പോയാൽ അറിയാം, ഐറ്റം, ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, മെറ്റീരിയൽ, ഇതാണ് നമ്മുടെ ഇത് ഹെഡിങ് എന്നുള്ളതാണ്. അപ്പോൾ ഐറ്റം ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഇപ്പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കോളം ഇൻസേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, കോളം ചൂസറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഐറ്റം വേണം, ഡിസ്ക്രിപ്ഷൻ വേണം, ക്വാണ്ടിറ്റി വേണം, മെറ്റീരിയലാണ് വേണ്ടത്. ഈ പാർട്ട് നമ്പർ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ പാർട്ട് നമ്പർ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യം നമുക്ക് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ചെയ്യുക, മെറ്റീരിയൽ ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഓർഡറാണ്. അതായത് ആദ്യം തന്നെ എന്താണ്, ഐറ്റം, പിന്നെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ ക്വാണ്ടിറ്റി, പിന്നെ മെറ്റീരിയലാണ്. അപ്പോൾ ആദ്യം ഐറ്റം, പിന്നെ ഡിസ്ക്രിപ്ഷനാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മൂവ് അപ്പ് കൊടുക്കുക. പിന്നെ ക്വാണ്ടിറ്റി, പിന്നെ മെറ്റീരിയൽ. അപ്പോൾ ഈ ഓർഡറിൽ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. പിന്നെ ഇതിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ക്രിപ്ഷൻ കൊടുക്കണത് എന്ത് ചെയ്യുക, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ സോക്കറ്റാണ്. അപ്പോൾ സോക്കറ്റിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നത്തെ പാർട്ട് എന്ന് പറയുന്നത് സ്പിഗോട്ടാണ്. സ്പിഗോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നത്തെ പാർട്ട് ക്വാർട്ടറാണ്. അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. പിന്നെ ക്വാണ്ടിറ്റി അതേപോലെ തന്നെ ഇതായി വന്നിട്ട് മെറ്റീരിയൽ ഞാനിവിടെ കൊടുത്ത കാരണമാണ്. ഓൾറെഡി മെറ്റീരിയൽ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിൽ ചിലപ്പോൾ ജനറേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഈ ഒരു തരത്തിൽ പാർട്ട് ലിസ്റ്റ് ആയി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഡൈമെൻഷനിങ് ആണുള്ളത്. ഡൈമെൻഷനിങ്ങിനായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഡൈമെൻഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിനും ഓരോ ഡൈമെൻഷനിങ് കൊടുക്കാൻ പറ്റും. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡൈമെൻഷനോട് കൊടുക്കുക. എന്ത് ചെയ്യുക, ഈ പ്രൈമറി യൂണിറ്റ് എന്നുള്ളത് ഡൈമെൻഷൻ കൊടുക്കുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൈമറി യൂണിറ്റ് എന്നുള്ളത് ചെയ്യുക 0 ആക്കിയിടുക. ഓക്കെ, ഇനി അടുത്ത ഡൈമെൻഷൻ കൊടുക്കുക. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രൈമറി യൂണിറ്റ് വീണ്ടും 0 ആക്കിയിടുക. ഇതുപോലെ ഡൈമെൻഷൻ കൊടുക്കുമ്പോൾ പ്രൈമറി യൂണിറ്റ് 0 ആക്കിയിടണം. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. ഇതാണ് ഫ്രണ്ട് വ്യൂ, ഇതാണ് സൈഡ് വ്യൂ, ഇതാണ് ഐസോമെട്രിക് വ്യൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു ബോക്സ് വരച്ചിട്ട് എന്ത് ചെയ്യുക, സെൻറ്റർ ഡെസ്റ്റിവേഷനും മിഡിൽ ഡെസ്റ്റിവേഷനും ആക്കിയിട്ട് എന്ത് ചെയ്യാം, സൈഡ് വ്യൂ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ കൊടുക്കുക. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഫ്രണ്ട് വ്യൂവും ഐസോമെട്രിക് വ്യൂ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഇനി നമുക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു ടൈറ്റിൽ ബ്ലോക്കിൻ്റെ മുകളിലായിട്ട് ഓൾ ഡൈമെൻഷൻസ് ആർ ഇൻ MM കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയൊരു ബോക്സ് വരച്ചിട്ട് എന്ത് ചെയ്യാം, ഓൾ ആർ ഇൻ MM എന്ന് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് കൊടുക്കുക, ഡൈമെൻഷനിങ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് അതേപോലെ തന്നെ കൊടുക്കുക. ഇത് ഇവിടെ ഫ്രണ്ട് വ്യൂ, ഐസോമെട്രിക് വ്യൂ അങ്ങനെയൊക്കെ നെയിമിങ് കൊടുക്കുക. പിന്നെ ഇവിടെ മാറ്റാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്കെയിൽ 1:2 അല്ലേ കൊടുത്തത്. അപ്പോൾ എന്ത് ചെയ്യുക, ടൈറ്റിൽ ബ്ലോക്കിൽ 1:2 കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ടൈറ്റിൽ ബ്ലോക്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എഡിറ്റ് ഡെഫിനിഷൻ കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഈ ഒരു നമ്മൾ കൊടുത്ത ആ ടെക്സ്റ്റിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, 1:2 തന്നെ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്കെച്ചിങ് അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് ആക്കാനുള്ളത്.